ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രേഡിയൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളിൽ പലരും ഗ്രാസ് എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗ്രാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡോൺ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഗ്രേഡിയൻ പ്രോട്ടോകോൾ എന്ന് പറയുന്ന പ്രൊജക്റ്റും ഡീപ്പിൻ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ്. അപ്പം ഞാനിത് ഫാം ചെയ്യാനായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മൾ നമ്മുടെ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത്. സോ ടെലഗ്രാമിലും ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഫാം ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ പറയാം. ഒന്നാമത്തെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീപ്പിൻ എന്ന് പറയുന്ന കാറ്റഗറി നെക്സ്റ്റ് ബുൾ റണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാറ്റഗറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് ഫാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ സൊലാന ഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൊലാന എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റാണ്. ടോപ്പ് 5 ഉള്ളിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ്. സോ ഇവരുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വലിയ കാര്യമാണ്. സൊലാന ഇപ്പം തന്നെ മൾട്ടിപ്പിൾ ട്വീറ്റ്സ് ഇവരുടെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേഡിയൻ നെറ്റ്വർക്കിൻ്റെ ട്വിറ്റർ പേജിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മൾട്ടികോയിൻ ക്യാപിറ്റൽ, പാൻഡറ ക്യാപിറ്റൽ, അതുപോലെ തന്നെ സെക്കോയ ക്യാപിറ്റലൊക്കെ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ അത്യാവശ്യം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള VCs ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ല രീതിക്കൊരു എയർ ഡ്രോപ്പ് ഇവരുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഫാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഗ്രാസ് എയർ ഡ്രോപ്പ് പോലെ അല്ലെങ്കിൽ ഡോൺ ഇൻ്റർനെറ്റ് എയർ ഡ്രോപ്പ് പോലെ തന്നെ നമ്മുടെ അൺയൂസ്ഡ് ബാൻഡ് വിഡ്ത്ത് ഇവർക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എയർ ഡ്രോപ്പ് ഫാം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ് എങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ടൈം ഇവരുടെ ഈ ഒരു നോഡ് നമ്മൾ ഓപ്പൺ ആക്കി ഇടേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്, വീട്ടിൽ വൈഫൈ ഉണ്ട്, അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ട് ഇവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം വരുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. അതിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ റെഫറൽ കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു കോഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 3000 പോയിൻറ്റ്സ് എക്സ്ട്രയും അതുപോലെ തന്നെ ഒരു 2% റിവാർഡ് ബൂസ്റ്റും കിട്ടുന്നതായിരിക്കും. ഈ ഒരു കോഡ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തതിന് ശേഷം സൈൻ അപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങളുടെ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന ഇമെയിൽ IDയിലേക്ക് ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ആ ഒരു പാസ്വേഡ് നിങ്ങളിവിടെ വെരിഫൈ ചെയ്യുക. അപ്പം നമുക്ക് നേരെ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇതിനകത്ത് മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് മാക്സിമം ടൈമിൽ വെക്കലാണ്. സോ നിങ്ങൾ മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിവി ബ്രൗസർ അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ട്. അത് ഉപയോഗിച്ചും കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾ iOS ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൗസർ ഉപയോഗിച്ചും കൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിനി എൻ്റെ PC ചെയ്യാനായിട്ട് പോകുന്നത്. PC എൻ്റെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആക്കിയപ്പോൾ എനിക്ക് ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വിറ്റർ കണക്ട് ചെയ്യാനാണ്. സോ ട്വിറ്റർ മാത്രമല്ല, ഇതിൽ നിങ്ങൾക്ക് ഡിസ്കോഡും കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇപ്പം നമുക്കിവിടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ 0 ആയിട്ടാണ് കാണിക്കുന്നത്. പോയിൻറ്റ്സ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ഡൗൺലോഡ് എക്സ്റ്റൻഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നേരെ ഈ ഒരു എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട പേജിലേക്ക് പോകും. ഞാൻ ഇവിടെ ബ്രേവ് ബ്രൗസറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ആഡ് ടു ബ്രേവ് കൊടുക്കുകയാണ്. അപ്പം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഈ ഒരു എക്സ്റ്റൻഷൻ ഇതിലേക്ക് ഡൗൺലോഡ് ആയിട്ട് വരുന്നതായിരിക്കും. സോ ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ സീസൺ 0 ഫേസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു ഫേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്ക് ഗ്രാസ് കൊടുത്തതുപോലെയാണ് എയർ ഡ്രോപ്പ് കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യം യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇവർ കൂടുതൽ എയർ ഡ്രോപ്പ് കൊടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മുടെ എക്സ്റ്റൻഷൻ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്.
അപ്പം ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്കിവിടെ റിവാർഡ്സും കാര്യങ്ങളൊക്കെ 0 ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൽ EXP പോയിന്റ്സ് ആണ് ഇവർ എയർ ഡ്രോപ്പിൻ്റെ ഒരു എലിജിബിലിറ്റി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം EXP പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് കൂടുതൽ എയർ ഡ്രോപ്പും കിട്ടാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ ഇൻ്റർനെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്ന ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഇൻവൈറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് ഈ ഒരു നമ്മുടെ എക്സ്റ്റൻഷൻ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചപ്പോൾ എനിക്കിവിടെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം 1 പോയിൻറ്റിന് മേലെ ആയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു എയർ ഡ്രോപ്പ് ചെയ്യുക. ഇതിൻ്റെ ഞാൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് ലെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നതനുസരിച്ച് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ലെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.